കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സജി ചെറിയാന്റെ പ്രസ്താവന ആപത്കരം. പരാമർശം മുഖ്യമന്ത്രിയുടെ അറിവോടെ വി.ഡി. സതീശൻ. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. മന്ത്രിയുടെ വിദ്വേഷ പരാമർശം ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സജി ചെറിയാന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര ആപത്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ് ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്ന സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ CPIM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കുട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ രണ്ട് പ്രസ്താവനകളും നടന്നിരിക്കുന്നത്. ബാലന്റെ പ്രസ്താവന മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മന്ത്രിസഭാംഗം ഇത്തരം ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണിത്. കേരളത്തെ ഇത് അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനമുണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കുവാൻ, ഒരു തീപ്പൊരി വീഴുവാൻ കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണിവർ എറിഞ്ഞുകൊടുക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. മികച്ച ലേഖനത്തിന് 9 കോടി രൂപ സമ്മാനം. എക്സിൽ വമ്പൻ മത്സരം നടത്തുവാൻ മസ്ക്. എക്സിൽ വൻ എഴുത്ത് മത്സരം നടത്തുവാൻ ഇലോൺ മസ്ക്. മികച്ച എഴുത്തിന് 9 കോടി രൂപയാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാറ്റ്ബോട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ലൈംഗിക ഡീപ് ഫേക്ക് ചിത്രങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് എക്സും ഗ്രോക്ക് എയും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇത് മറികടക്കുവാൻ കൂടിയാണ് പുതിയ നീക്കം. 2026 ജനുവരി 16 ആരംഭിച്ച ഈ മത്സരം ജനുവരി 28 വരെ നീണ്ടുനിൽക്കും. നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഉപയോക്താക്കൾക്ക് മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളൂ. ഉള്ളടക്കം ഒറിജിനൽ ആയിരിക്കണമെന്നും കുറഞ്ഞത് 1000 വാക്കുകൾ ദൈർഘ്യമുള്ളതായിരിക്കണമെന്നും എക്സ് പറയുന്നു. വെരിഫൈഡ് ഹോം ടൈംലൈൻ ഇംപ്രഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഉള്ളടക്കം വിലയിരുത്തുക. എക്സ് നയങ്ങൾ ലംഘിക്കുന്നതോ വെറുപ്പുളവാക്കുന്നതോ വഞ്ചനാപരമോ കൃത്രിമമോ ആയ ഉള്ളടക്കം ടോപ്പ് ആർട്ടിക്കിൾ മത്സരത്തിന് യോഗ്യമല്ലെന്നും കമ്പനി പറയുന്നു. എക്സ് അടുത്തിടെ എല്ലാ പ്രീമിയം ഉപഭോക്താക്കൾക്കുമായി ആർട്ടിക്കിൾസ് ഫീച്ചർ ആരംഭിച്ചിരുന്നു. ഇത് ഉപയോക്താക്കൾക്ക് പ്ലാറ്റ്ഫോമിൽ നേരിട്ട് ദൈർഘ്യമേറിയ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും എക്സിലൂടെ വരുമാനം നേടുവാനുമുള്ള അവസരം നൽകുന്നു. ഇടുക്കിയിൽ പ്രവേശവാസികളും വിനോദസഞ്ചാരികളും തമ്മിലുള്ള സംഘർഷം പ്രകോപനമുണ്ടാക്കിയത് വിനോദസഞ്ചാരികൾ. ഇടുക്കി പള്ളിവാസലിൽ പ്രവേശവാസികളും വിനോദസഞ്ചാരികളും തമ്മിലുള്ള സംഘർഷത്തിൽ പ്രകോപനമുണ്ടാക്കിയത് വിനോദസഞ്ചാരികൾ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജീപ്പിന് മുകളിൽ കയറിയിരുന്നത് ചോദ്യം ചെയ്ത ഡ്രൈവറെ വിനോദസഞ്ചാരികൾ ക്രൂരമായി മർദ്ദിച്ചു. ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളാണ് സംഘർഷമുണ്ടാക്കിയത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 3 ജീപ്പ് ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും 26 പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത്. പള്ളിവാസലിൽ എത്തിയ ശേഷം വിനോദസഞ്ചാര സംഘത്തിൽ നിന്നും കുറച്ചുപേർ പുറത്തിറങ്ങി നിർത്തിയിട്ടിരുന്ന ട്രക്കിംഗ് ജീപ്പിന് മുകളിൽ കയറുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ഇതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. വിനോദസഞ്ചാരികൾ മദ്യപിച്ചാണ് എത്തിയതെന്നും അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കിയെന്നുമാണ് ജീപ്പ് ഡ്രൈവർമാർ പറഞ്ഞത്. സംഭവത്തിൽ 8 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റിരുന്നു. രണ്ടാമത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ M. ലീലാവതിക്ക് സമ്മാനിച്ച് രാഹുൽ ഗാന്ധി. രണ്ടാമത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രമുഖ നിരൂപക പത്മശ്രീ പ്രൊഫസർ M. ലീലാവതിക്ക് സമ്മാനിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലീലാവതി ടീച്ചർ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അഭിമാനമെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയായി കാണുന്നു. 98 വയസ്സുള്ള ലീലാവതി ടീച്ചർ പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുമെന്നും എന്നോട് പറഞ്ഞു. ആദ്യം വായനയും പിന്നെ എഴുത്തും. നമുക്കെല്ലാം ഉത്തേജനം നൽകുന്ന കാര്യമാണത്. ടീച്ചർ തന്റെ ജീവിതത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ ആകർഷിച്ചത് ടീച്ചറുടെ കൾച്ചർ ഓഫ് സൈലൻസ് എന്ന ആശയമാണ്. നിശബ്ദതയുടെ സംസ്കാരം എന്നത് ഭീരുത്വത്തിന്റെ സംസ്കാരം കൂടിയാണ് ഞാൻ കാണുന്നത്. രാജ്യത്തുടനീളം ജനങ്ങൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പറയുവാനുള്ള ധൈര്യമില്ല. മഹത്തായ രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത് നിശബ്ദതയില്ല. മഹത്തായ രാജ്യങ്ങളും വ്യക്തിത്വങ്ങളും ഉണ്ടാകുന്നത് വ്യക്തമായി അവരുടെ അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുമ്പോഴാണ്, രാഹുൽ പറഞ്ഞു. കരൂർ ദുരന്തം വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി.
റാലിയിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തെപ്പറ്റി ടിവിക്ക് നേതൃത്വം അറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സിബിഐ സംഘത്തിന് മുൻപിലാണ് മൊഴി നൽകിയത്. ഡൽഹി സിബിഐ ആസ്ഥാനത്ത് വിജയിയെ ചോദ്യം ചെയ്യുകയാണ്. 30,000-ലധികം പേർ എത്തിയതാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നും സിബിഐയോട് പോലീസ് വ്യക്തമാക്കി. പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി ആസ്പദമാക്കി വിജയിൽ നിന്നും വിവരങ്ങൾ തേടും. കേസിൽ ടിവിക്ക് പാർട്ടി നേതാക്കൾ നൽകിയ മൊഴിയും വിജയുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടോ എന്ന് സിബിഐ പരിശോധിക്കും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മൈലേജ് കൃത്യമായിരിക്കണം. കമ്പനികൾക്ക് നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കാറുകളിൽ മൈലേജ് പരിശോധിക്കുന്നതിൽ നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ. വാഹനത്തിലെ AC ഓണാക്കിയും ഓഫാക്കിയും ഇന്ധനക്ഷമത പരിശോധിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം. യഥാർത്ഥ ഇന്ധനക്ഷമതയും കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുകയാണ് പുതിയ നീക്കം. 2026 ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ഇലക്ട്രിക് വാഹനങ്ങളും എല്ലാ പാസഞ്ചർ കാറുകൾക്കും കരട് നിയന്ത്രണം ബാധകമാകും. കരട് വിജ്ഞാപനമനുസരിച്ച് എല്ലാ M1 വിഭാഗ വാഹനങ്ങളും കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്യുന്ന AIS 213 മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തനക്ഷമമായ എയർ കണ്ടീഷനിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഇന്ധന ഉപഭോഗ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മൂന്നാം ബലാത്സംഗ കേസ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം എന്നാണ് ഹർജിയിൽ രാഹുലിന്റെ വാദം. സെഷൻസ് കോടതി നാളെ ജാമ്യ ഹർജി പരിഗണിക്കും. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നും രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നു. രാഹുൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സമാനമായ മുൻകാലാനുഭവങ്ങളുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.